ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഫീസ്റ്റ് ആൻഡ് ഫസ്റ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടും സിമ്പിളായിട്ടും ടേസ്റ്റ് ആയിട്ടുള്ള 2 സാലഡ്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് കീറ്റോ ഡയറ്റ് ചെയ്യുന്നവർക്കും ഏത് ഡയറ്റ് ചെയ്യുന്നവർക്കും ഈ സാലഡ്സ് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു സാലഡ് നമ്മൾ ചിക്കൻ ഉപയോഗിച്ചിട്ടാണ്, മറ്റത് നമ്മൾ പ്യുവർ വെജ്ജസ് മാത്രം വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ രണ്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും പറ്റിയതുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് ഇടുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ചിക്കനാണ്. ചിക്കൻ വെച്ചിട്ടുള്ള സാലഡാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇവിടെ ഉപ്പും കുരുമുളകും ഇട്ടൊന്ന് വേവിച്ചെടുത്തതാണ് ചിക്കന്. അപ്പോൾ ചിക്കനെ നമ്മളൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 1/2 കപ്പ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തത്, പിന്നെ ഒരു 1/2 ഗ്രീൻ ക്യാപ്സിക്കം, പിന്നെ ഒരു 1/2 റെഡ് ബെൽ ക്യാപ്സിക്കം, ഒരു 4 ബീൻസ് നമ്മൾ ഒന്ന് ഉപ്പിട്ടിട്ടൊന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ഇതിലേക്കുള്ള സാലഡിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡ്രസ്സിങ് പോലെ ഒരു സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലാണ് നമ്മുടെ സോസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സോസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു 1 ടേബിൾ സ്പൂൺ തേന് വേണം, ഹണി വേണം. ഇനി അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാലഡിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതെല്ലാം നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ സോയ് സോസ്. ഇനി അതിലേക്ക് നമ്മൾ കുരുമുളകും ഉപ്പും അതും നമ്മളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുരുമുളകും ഉപ്പും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു, അതാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. നമ്മൾ മറന്നു പോയതാണ്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് സോസ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലൊരു ഫോക്കും സ്പൂണും വെച്ചിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ സാധാരണ സാലഡ് ഇങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു സ്റ്റൈലാണ്. ഇങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് മിക്സായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഇതവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ റെഡ് ബെൽ സാലഡ് നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കീറ്റോ ഡയറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു യമ്മി ആയിട്ടുള്ള ഒരു സാലഡാണ്. സാധാരണ സാലഡ് തന്നെ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല, ഒരു വെജിറ്റബിൾസൊക്കെ ആയതുകൊണ്ട്. പക്ഷേ ഇതൊരു ടേസ്റ്റ് ആയിട്ടുള്ള സാലഡാണ്. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ സാലഡിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നോക്കുന്നത്. ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് ക്യൂക്കമ്പർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഇനി നമ്മൾ അടുത്തത് ഗ്രീൻ ക്യാപ്സിക്കം ആണ്. ഈ സാലഡിൽ നമ്മൾ അധികം ഗ്രീനിഷ് വെജിറ്റബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തത് യെല്ലോ ക്യാപ്സിക്കം, ഒരു 1/2 പീസാണ് യെല്ലോ ക്യാപ്സിക്കം ഗ്രീൻ ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത്. പിന്നെ ലെറ്റ്യൂസ് നമ്മൾ ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ 2 ടേബിൾ സ്പൂൺ. പിന്നെ സെലറി നമ്മളൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സെലറിക്ക് പകരം നിങ്ങൾക്ക് ഒരു പാഴ്സ്ലി ഉപയോഗിക്കാം. പിന്നെ കോളിഫ്ലവർ, ഇത് ഒരു ചെറിയ പീസ് നമ്മൾ ഉപ്പിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തതാണ്. ഇത് സ്വീറ്റ് കോൺ ആണ്. ഇത് നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങുന്ന ഫ്രോസൺ സ്വീറ്റ് കോൺ അതും ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കോളിഫ്ലവറിന് പകരം ബ്രോക്കോളി ഉപയോഗിക്കാം. ബ്രോക്കോളി ഉപയോഗിച്ചിട്ടും ഇതുപോലെ ആക്കാം. അപ്പോൾ നമ്മൾ ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇടണമെന്നില്ല, ഇത് നമ്മൾ നേരത്തെ സാലഡിന് യൂസ് ചെയ്തതിന് ക്യാരറ്റ് കുറച്ച് ബാക്കിയുള്ളതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വെജിറ്റബിൾസിന് ഏതെങ്കിലും വെജിറ്റബിൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് വേറെ ഏതേ എടുക്കാം. പക്ഷേ ഇതിലൊരു മസ്റ്റായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ സ്വീറ്റ് കോൺ ആണ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കോളിഫ്ലവറിന് പകരം ബ്രോക്കോളി ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നേരത്തെ സാലഡിന് ചെയ്ത പോലെ തന്നെ ഇതിനും ഒരു ഡ്രസ്സിങ് നമുക്ക് ഉണ്ടാക്കണം, ഒരു സോസ് ഇതിനും നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഈ സോസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമ്മൾ ഒരു ബൗളിലേക്ക് മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇട്ട് കൊടുക്കുന്നത് മയോണൈസാണ്, 1 ടേബിൾ സ്പൂൺ മയോണൈസ്. അപ്പോൾ മയോണൈസിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. നിങ്ങളുടെ മയോണൈസ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണെന്നതിനനുസരിച്ച് കൂട്ടാം. അപ്പം മയോണൈസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് വൈറ്റ് വിനെഗർ 1 ടേബിൾ സ്പൂൺ,
പിന്നെ സാൾട്ട്, ബ്ലാക്ക് പെപ്പർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതും നമ്മൾ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സാലഡിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ മയോണൈസ് 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും നമ്മുടെ വെജീസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മയോണൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു തിക്കാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മയോണൈസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആക്കിയാൽ പെട്ടെന്ന് മിക്സ് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതേപോലെ ഒരു ഫോക്കും സ്പൂണും വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് മിക്സൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺ വെജി സാലഡ്. ഇത് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ചിക്കൻ റെഡ് ബെൽ സാലഡാണ്. അതാണ് എനിക്കിഷ്ടമായത്. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ പ്യുവർ വെജിറ്റബിൾസ് മാത്രം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 സാലഡ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് സാലഡ് ഒന്ന് കഴിച്ചു നോക്കാം. ഇഷ്ടപ്പെട്ട ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ നിൽക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.